ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇല്ലിഗൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം സ്റ്റോക്കിംഗ് ന്യൂസോ കമ്പനീനെ കുറിച്ചിട്ടുള്ള അനാലിസിസോ ഒന്നുമല്ല, മറിച്ച് നമ്മളുടെ മനസ്സിനെ കുറിച്ചിട്ടുള്ള അനാലിസിസാണ്. അപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം വിചിത്രമായിട്ട് തോന്നാം, മനസ്സിനെ കുറിച്ചിട്ടുള്ള അനാലിസിസും ട്രേഡിങ്ങും തമ്മിൽ എന്ത് ബന്ധം? അല്ലെങ്കിൽ മനസ്സിനെ കുറിച്ച് അനാലിസിസ് നടത്താനായിട്ട് സിയാദ് ഇല്ലിഗൽ എന്താണ്, ഡോക്ടറാണോ? ഞാൻ ഇതൊന്നുമല്ല. പക്ഷേ ട്രേഡിങ്ങിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു വിഷയം അല്ലെങ്കിൽ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇമോഷണൽ കൺട്രോൾ ഉണ്ടാകുക എന്നുള്ളതാണ്. എത്രമാത്രം നമുക്ക് ചാർട്ടിനെ കീറി മുറിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ ചാർട്ടിനെ കീറി മുറിച്ച് അനാലിസിസ് ചെയ്യാനുള്ളൊരു കഴിവ് ഉണ്ട് എന്ന് കരുതി ട്രേഡിങ്ങിൽ വിജയിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കാരണം വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒരു ഗ്യാതറിംഗ് ആണ് ട്രേഡിങ്ങിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇമോഷണലി എത്രമാത്രം സ്ട്രോങ് ആണ് അല്ലെങ്കിൽ ഇമോഷണലി എത്രമാത്രം വീക്കാണ്, ഈ രണ്ട് ഘടകങ്ങളാണ് പലപ്പോഴും എല്ലായ്പ്പോഴും ട്രേഡിങ്ങിനെ നമുക്ക് വളരെ ലോങ് ടൈമിലേക്ക് നമുക്ക് വിജയത്തിലേക്ക് നയിക്കുക. വളരെ ഷോർട്ട് ടൈമായിട്ട് നമുക്ക് ഒരു ട്രേഡിൽ നിന്ന് പ്രോഫിറ്റോ അല്ലെങ്കിൽ വേറൊരു ട്രേഡിൽ നിന്ന് ലോസോ ഉണ്ടായേക്കാം. പക്ഷേ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് പോലെ ഒരു ഇൻകം പോലെ നമുക്ക് ലോങ് ടൈമിൽ നമ്മളൊരു ലൈഫിൽ കൊണ്ടുപോകാൻ ആഗ്രഹമുള്ള ആളുകൾ ട്രേഡിംഗ് സൈക്കോളജി വളരെയധികം അറിഞ്ഞിരിക്കണം. ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ മനോനില വളരെയധികം കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു നിലയിലായിരിക്കണം. സ്റ്റോക്കിംഗ് ന്യൂസ് കാണുന്ന ഒരു അഗ്രസീവായിട്ടുള്ള മൈൻഡ് സെറ്റിലോ അല്ലെങ്കിൽ കമ്പനീനെ അനാലിസിസ് ചെയ്യുന്ന വീഡിയോ കാണുന്ന പോലെ ഈ ഒരു വീഡിയോ കാണരുത്. നിങ്ങൾക്ക് വളരെയധികം സാവധാനം മനസ്സ് ശാന്തമായ സമയത്ത് ഈ ഒരു വീഡിയോ കാണുക. കാരണം ഈ ഒരു വീഡിയോ ഞാൻ പറയുന്ന കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം, നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റണം. ആ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ തെറ്റുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ തെറ്റുകൾ നമുക്ക് ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാവാതെ ഇരിക്കാനുള്ള ആക്ഷൻ നമ്മുടെ ഭാഗത്തുനിന്ന് വേണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ അജണ്ട. വെറുതെ ഒരു വീഡിയോ ചെയ്യുക എന്നതിലുപരി ഈ വീഡിയോ വഴി നിങ്ങളിലെ തെറ്റുകളെ നിങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം, നിങ്ങൾ തന്നെ അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ ധർമ്മം നിങ്ങളുടെയാണ്. വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്ത് എവിടെയൊക്കെയോ നിങ്ങളുടെ ചിന്തകളെ റിലേറ്റ് ചെയ്യാൻ പറ്റണം. അതിനുശേഷം ആ ഒരു തെറ്റുകളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റണം. ഞാൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആകുന്നില്ല, വളരെ സിമ്പിളായിട്ട് ഞാൻ ഇതിലേക്ക് കിടക്കാം. രണ്ട് രീതിയിൽ ആളുകൾ ലോസ് വരുത്താറുണ്ട്. രണ്ട് രീതിയിൽ. ഒന്ന് സ്റ്റോപ്പ് ലോസ്, രണ്ട് ലോസ് ബുക്ക് ചെയ്യുക. ഇന്നലെ തന്നെ ഒരു സുഹൃത്ത് വിളിച്ചപ്പോൾ 6.5 ലക്ഷം രൂപയാണ് അദ്ദേഹം ലോസ് ബുക്ക് ചെയ്തിട്ടുള്ളത്. സ്റ്റോപ്പ് ലോസ് അല്ല, ലോസ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് സ്റ്റോപ്പ് ലോസ്, എന്താണ് ഈ ഒരു ലോസ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ തന്നെ ഒരു ട്രേഡിങ്ങിലേക്ക് കടക്കുന്ന സമയത്ത് ഇതാണ് എൻ്റെ ലോസ്, അതല്ലെങ്കിൽ ഈ ഒരു പ്രോഫിറ്റ് എടുക്കാൻ ഇത്രമാത്രം ലോസ് ഞാൻ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ ഈ ട്രേഡിങ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് സ്റ്റോപ്പ് ലോസ്. ഈ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് യാതൊരുവിധ പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്. അതിൽ നമുക്ക് അഭിമാനിക്കണം. കാരണം എന്താ, നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനായിട്ട് നമ്മളെ മനസ്സ് അനുവദിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ക്വൈറ്റ് നാച്ചുറലാണ്. അത് ഏതൊരു ട്രേഡറിൻ്റെയും ട്രേഡിംഗ് കരിയറിൽ എപ്പോഴും സംഭവിക്കുന്ന ഒന്നാണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ലോസ് ബുക്ക് ചെയ്യുക എന്നുള്ളത് അത് കുറച്ച് എക്സ്ട്രീമായിട്ടുള്ള വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ലോസ് ബുക്ക് ചെയ്യുക എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് വെക്കാത്ത ആളുകൾ, സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നെങ്കിൽ ആദ്യമേ തന്നെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തേനെ. സ്റ്റോപ്പ് ലോസ് മാനുവലി വെക്കാമെന്നുള്ള രീതിയിൽ ലോസിനെ വലുതാക്കി അവസാനം ഒരു ഘട്ടമെത്തും, നമുക്ക് സഹിക്കാൻ തയ്യാറായിട്ടുള്ള ലോസൊക്കെ കടന്നു പോയി നമ്മളെ മനസ്സ് മരവിച്ച് ഏതോ ഒരു ഘട്ടത്തിൽ എന്നാൽ പിന്നെ നിർത്തിയേക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് ഇറങ്ങുന്നതിനെയാണ് നമ്മൾ ലോസ് ബുക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ഈ ലോസ് ബുക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ക്യാപിറ്റലിൻ്റെ എത്രയോ ടൈംസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ തന്നെ വാനിഷ് ആവുന്നത് എപ്പോഴാണ്? ലോസ് ബുക്ക് ചെയ്യുമ്പോഴാണ്. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ വാനിഷ് ആവുമോ? ഇല്ല. ലോസ് ബുക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ക്യാപിറ്റൽ വാനിഷ് ആകുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ലോസ് ബുക്ക് ചെയ്യുന്ന ഒരു പ്രതിഭാസം ഒരു ട്രേഡറിൻ്റെ ട്രേഡിംഗ് ജേണിയിൽ മേ ബി 1-2 തവണ ഉണ്ടായേക്കാം. അതില്ലാത്ത ട്രേഡർ വളരെ മികച്ച ട്രേഡർ തന്നെയാണ്. പക്ഷെ 1-2 തവണ മേ ബി ഉണ്ടായേക്കാം. പക്ഷെ അത് റിപ്പീറ്റഡ് ആയിട്ട് ഓരോരോ ഇൻ്റർവെല്ലിൽ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ വളരെ വലിയ രീതിയിൽ പുനഃപരിശോധന നടത്തേണ്ടത്. ഈ ഒരു ട്രേഡിംഗ് എന്ന് പറയുന്ന പരിപാടിയിൽ ഞാൻ യോഗ്യനാണോ എന്നുള്ളത്.
ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട്, ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സൊക്കെ കാണുന്നുണ്ട്, ഒരുപാട് കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾ ഈ പറയുന്ന പോലെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുക അല്ലാതെ ലോസ് ബുക്ക് ചെയ്യുന്ന ഒരു ഗണത്തിൽപ്പെട്ട ആളാണെങ്കിൽ വളരെ ഗൗരവമായിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ പരിശോധിക്കുന്നതായിട്ടുണ്ട്. അപ്പോൾ 2 കാര്യങ്ങളാണ് ഉള്ളത്. ഇനി മുതൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒരിക്കലും ലോസ് ബുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരിക്കലും അനുവദിക്കരുത്. അത് വളരെയധികം നമ്മളോട് ചെയ്യുന്ന വളരെ വലിയൊരു തെറ്റാണ് ലോസ് ബുക്ക് ചെയ്യുക എന്നുള്ളത്. കാരണം നമ്മുടെ ഹാർഡ് ഏൺ മണി വെറുതെ കത്തിച്ച് കളയുകയാണ് ലോസ് ബുക്ക് ചെയ്യുന്നത്. ഒരു 1000 രൂപ നേടാനായിട്ട് നിങ്ങൾ എത്ര രൂപ നഷ്ടപ്പെടുത്താനായിട്ട് തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നതിൻ്റെ ഒരു മാനദണ്ഡം. അതായത് ഒരു 10,000 രൂപ നേടാനായിട്ട് ഞാൻ 2,000 രൂപ നഷ്ടപ്പെടുത്താനായിട്ട് തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ അർത്ഥം. എന്താണ്? 10,000 രൂപ നേടാൻ ഞാൻ 2,000 രൂപ നഷ്ടപ്പെടുത്താൻ തയ്യാറാണ്. ലോസ് ബുക്ക് ചെയ്യുന്ന സമയത്തോ 10,000 രൂപ നേടാനായിട്ട് ഞാൻ 5 ലക്ഷം കളയാൻ തയ്യാറാണ് എന്നുള്ളതാണ് ലോസ് ബുക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം. കാരണം ഇന്നലെ വിളിച്ച സുഹൃത്ത് 6 ലക്ഷം രൂപ നഷ്ടപ്പെടുത്തിയപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചത് ഒരു ദിവസം നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് എത്രയാണെന്നുള്ളതാണ്. പുള്ളി പറഞ്ഞത് ഒരു 4,000 മുതൽ 6,000 7,000 രൂപയാണ് പുള്ളി ഉണ്ടാക്കുന്ന പ്രോഫിറ്റ്. അപ്പോൾ ഈ ഒരു ആവറേജ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരാളാണ് 6 ലക്ഷം രൂപ നഷ്ടപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ ഓൾമോസ്റ്റ് ക്യാപിറ്റലും വൈപ്പ് ഔട്ട് ആയി പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ അനുവദിക്കാത്തത്. പഴയ ഒരു സിനിമയിലെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ അല്ലേ, അതായത് 1 കോടി രൂപ നഷ്ടപ്പെട്ട 1 കോടി രൂപ നേടാനായിട്ട് ഞാൻ 5 കോടി രൂപ മുടക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഒരു സിനിമയിൽ ഒരു വില്ലൻ പറയുന്നത്. വളരെ സീരിയസ് ആയിട്ടാണ് വില്ലൻ പറയുന്നത്. പിൽക്കാലത്ത് അത് ട്രോളായിട്ട് മാറിയിട്ടുണ്ട്. ഇത് തന്നെയല്ലേ നേരത്തെ ആ സുഹൃത്തിൻ്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളത്. കാരണം പുള്ളി ഒരു ദിവസം എടുക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 7,000 രൂപയാണ്. പക്ഷെ പുള്ളി അത് നഷ്ടപ്പെടുത്താൻ തയ്യാറായിട്ടുള്ളത് എത്രയാ? 6 ലക്ഷം രൂപയാണ്. അപ്പോൾ 7,000 രൂപ പ്രോഫിറ്റ് എടുക്കുന്ന ആൾ 1,000 രൂപ മാത്രം അല്ലെങ്കിൽ മാക്സിമം 2,000 രൂപ മാത്രം, അതും പോട്ടെ 7,000 രൂപ തന്നെ നഷ്ടപ്പെടുത്താൻ തയ്യാറായിട്ടുണ്ടെന്നുള്ള രീതിയിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസിനെ പരിഷ്കരിച്ച ഈ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് പല ആളുകൾക്കും പല രീതിയിലാണുള്ളത്. എന്നെ സംബന്ധിച്ച് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ ഇതൊരു ലിഖിതമായിട്ടുള്ള നിയമമൊന്നുമല്ല. എന്നെ സംബന്ധിച്ച് ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഒരു ദിവസം ഞാൻ ഒരു 15,000 രൂപ ലോസ് കാണുമ്പോൾ എൻ്റെ പീനലാണല്ലോ പറയുന്നത്. എൻ്റെ ഒരുപാട് പൊസിഷൻസ് ഉണ്ടാവാം. അപ്പോൾ ഏറ്റവും ടോപ്പിൽ 15,000 രൂപ ലോസ് കാണുമ്പോൾ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ ബുക്ക് ചെയ്യാനായിട്ട് തയ്യാറാകും. 15,000 മുതൽ 20,000 രൂപ വരെയുള്ള ഒരു റേഞ്ചിൽ ഞാൻ ലോസ് കാണുമ്പോൾ ഞാൻ എൻ്റെ പൊസിഷൻ ഞാൻ എക്സിറ്റ് ചെയ്യും. ഞാൻ ആ ദിവസം ട്രേഡിങ് നിർത്തും. അപ്പോൾ അതിനർത്ഥം എന്താ? നിങ്ങൾക്ക് ഒരു ആഴ്ച നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അങ്ങനെ എടുക്കാം. ഒരാഴ്ച നിങ്ങൾ എടുക്കുന്ന ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു 2,000 വെച്ച് കൂടിക്കോ. 2 10 10,000 രൂപയാണ് നിങ്ങൾ ഒരാഴ്ച എടുക്കുന്ന ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആവറേജ് പ്രോഫിറ്റ് എന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 10,000 രൂപ തന്നെ ഒരു ദിവസം ലോസ് ആയിട്ട് വെക്കാം. എന്നാൽ പോലും നിങ്ങൾക്ക് ഒരു ദിവസം ലോസ് ഉണ്ടാകുമ്പോൾ 4 ദിവസം കൊണ്ട് അല്ലെങ്കിൽ അടുത്ത 5 ദിവസം കൊണ്ട് ഈ ലോസ് റിക്കവർ ചെയ്യാൻ സാധിക്കും അല്ലേ, ഈ സ്റ്റോപ്പ് ലോസ് റിക്കവർ ചെയ്യാൻ സാധിക്കും. എന്നാലും പ്രശ്നമില്ല. നേരെ മറിച്ച് ഇദ്ദേഹത്തിൻ്റെ ഒരു 7,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരാൾ 6 ലക്ഷം രൂപ ലോസ് എത്ര ദിവസം അല്ലെങ്കിൽ എത്ര മാസം അല്ലെങ്കിൽ എത്ര വർഷം വേണ്ടി വരും റിക്കവറി നടത്താനായിട്ട്? അപ്പോൾ ഈ ഒരു ലോസും ഈ ഒരു പ്രോഫിറ്റും തമ്മിലുള്ള ഒരു പ്രൊപ്പോർഷൻ ഭീകരമായിട്ടുള്ളൊരു അന്തരമുണ്ട്. അപ്പോൾ പല ആളുകൾക്കും പല രീതിയിൽ സ്റ്റോപ്പ് ലോസ് വെക്കാം. പെർ ട്രേഡിൽ വെക്കാം. 1:2 എന്ന് പറയുന്ന റിസ്ക് റിവാർഡിലും വെക്കാം. അതായത് എടുക്കുന്ന പ്രോഫിറ്റ് 1000 ആണെങ്കിൽ 500 രൂപ ലോസ് അങ്ങനെ വെക്കാം. അതല്ലെങ്കിൽ ഒരു ദിവസം സ്വാഭാവികമായിട്ട് നമ്മൾ എടുക്കുന്ന പ്രോഫിറ്റ് ഒരു 2,000 രൂപയാണെങ്കിൽ ഒരു ദിവസത്തെ സ്റ്റോപ്പ് ലോസ് 2,000 രൂപ. അതല്ലെങ്കിൽ ഒരാഴ്ച നിങ്ങൾ എടുക്കുന്ന പ്രോഫിറ്റ് ഒരു 10,000 രൂപയാണെങ്കിൽ 10,000 രൂപ ഒരു ദിവസത്തെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കാം. അങ്ങനെ വെക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. നേരെ മറിച്ച് 1:1 വെക്കുമ്പോൾ പെട്ടെന്ന് ഹിറ്റ് ചെയ്യും. പല ആളുകൾക്കും പല രീതിയിലാണ്. എല്ലാം ശരിയാണ്. അതായത് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരാളുടെ ഇനി ആണ് ഇതിൻ്റെ ഒരു പ്രധാന ഭാഗം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിട്ട് പൊരുത്തപ്പെടാനുള്ള സാധ്യതകളില്ല.
ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഉള്ള പല പല അനുഭവങ്ങൾ അതൊരു വീഡിയോ ആക്കിയാണ് പറയുന്നത്. അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിട്ട് മീറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മാറി ചിന്തിക്കാനായിട്ടുള്ളൊരു ഒരു കാരണം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളുടെ സ്റ്റോപ്പ് ലോസ് മറ്റൊരാളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ബന്ധപ്പെടുത്താനായിട്ട് പറ്റില്ല. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഒരു ലിഖിതമായിട്ടുള്ളൊരു നിയമമായിട്ട് 1:2 അല്ലെങ്കിൽ 3 അങ്ങനെ ഒരു പ്രപ്പോർഷനോ വെക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു പ്രപ്പോർഷൻ വെക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇവിടെ 99% ആളുകൾ ലോസ് ഉണ്ടാകുമായിരുന്നോ? ഇല്ല. അതായത് 1:2 എന്ന് പറയുന്ന റിസ്ക് റിവാർഡ് എല്ലാ ആളുകൾക്കും അത് വയബിൾ അല്ല. എല്ലാ ആളുകൾക്കും അത് ഡൈജസ്റ്റ് ആവുന്ന ഒരു സ്റ്റോപ്പ് ലോസ് അല്ല. അതിനർത്ഥം വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോപ്പ് ലോസുകളുണ്ട്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യപ്പെടേണ്ടതാണ്. നമ്മളുടെ ട്രേഡും നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യപ്പെടേണ്ടതാണ്. നമുക്ക് ഒരുപാട് സ്ട്രാറ്റജീസ് പഠിക്കാം, ഒരുപാട് ട്രേഡിംഗ് മെത്തേഡുകൾ പഠിക്കാം. അതിൽ നിന്ന് നമുക്ക് അനുയോജ്യമായിട്ടുള്ളൊരു ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കുക, നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ട്രേഡ് സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുക. അത് പറയുമ്പോൾ പല ആളുകൾക്കും പല രീതിയിലാണ് അവർ ട്രേഡിങ്ങിൽ ഇൻവോൾവ്ഡ് ആകുന്നത്. അപ്പോൾ വളരെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സംഗതിയുണ്ട്. 2 വ്യക്തികൾ ഉണ്ട്. ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു 100 രൂപ പോയി, വേറെ ആളുടെ കയ്യിൽ നിന്ന് ഒരു 100 രൂപ പോയി. അപ്പോൾ ഈ 2 ആളുകളുടെയും മനസ്സിൽ ഉണ്ടാകുന്ന പെയിൻ വ്യത്യസ്തമാണ്. ഒരാൾക്ക് 100 ഒരു പ്രശ്നമല്ല, അയാൾ 100 രൂപ പോവാണെങ്കിൽ പോട്ടെ എന്നുള്ള ചിന്ത ഉണ്ടാവും. വേറെ ആൾക്കോ 100 രൂപ വളരെയധികം വാല്യുബിൾ ആയിട്ടുള്ളൊരു എമൗണ്ട് ആണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് സ്റ്റോപ്പ് ലോസ്. നിങ്ങൾ പല സമയങ്ങളിലും വീഡിയോ കാണുമ്പോൾ ചില ആളുകൾ വലിയ വലിയ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അനുകരിക്കാൻ നിൽക്കരുത്. കാരണം അവരുടെ പ്രോഫിറ്റ് വേറെയാണ്. നിങ്ങളുടെ പ്രോഫിറ്റ് എന്താണോ അതാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പ് ഞാൻ പറഞ്ഞു എൻ്റെ സ്റ്റോപ്പ് ലോസ് 15,000 രൂപയാണെന്ന് പറഞ്ഞപ്പോൾ ഈ വീഡിയോ കാണുന്ന വേറൊരു വ്യക്തി 15,000 രൂപ സ്റ്റോപ്പ് ലോസ് എന്ന് വെക്കാമെന്ന് കരുതിയാലോ? അത് ശുദ്ധ മണ്ടത്തരാവില്ലേ? കാരണം എൻ്റെ 15,000 രൂപ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എൻ്റെ പ്രോഫിറ്റ്, ഞാൻ എടുക്കുന്ന പ്രോഫിറ്റായിട്ട് പ്രൊപ്പോർഷനായിട്ടാണ് ഞാൻ പറഞ്ഞ 15,000 രൂപ. അതുപോലെ തന്നെ നിങ്ങൾ തീരുമാനിക്കണം എത്രയാണ് നിങ്ങളുടെ പ്രോഫിറ്റ്, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. കൂടാതെ തന്നെ 2 രീതിയിൽ മാർക്കറ്റിൽ പ്രോഫിറ്റ് എടുക്കുന്ന ആളുകളുണ്ട്. ഒന്ന് ഭാഗ്യം കൊണ്ട് പ്രോഫിറ്റ് എടുക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഭാഗ്യക്കേട് കൊണ്ട് ലോസ് സംഭവിക്കുന്ന ആളുകൾ. ഇതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു മെത്തേഡല്ല. ഭാഗ്യം കൊണ്ടല്ല നമ്മൾ പ്രോഫിറ്റ് എടുക്കേണ്ടത്, ഭാഗ്യക്കേട് കൊണ്ടല്ല നമുക്ക് ലോസ് ഉണ്ടാകേണ്ടത്. നമ്മൾ പ്രോഫിറ്റ് എടുക്കേണ്ടത് നമ്മളുടെ ഒരു ട്രേഡ് സെറ്റപ്പ് വെച്ചാണ്. അതുപോലെ തന്നെ നമ്മൾ ലോസ് ബുക്ക് ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചാണ്. അപ്പോൾ ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ കൂട്ടുപിടിച്ച് ട്രേഡിങ്ങിൽ നമ്മൾ സമീപിക്കരുത്. ഇതിലേക്ക് എത്തിപ്പെടാനായിട്ട് ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ ആളുകളും തന്നെ ഈ ഒരു വീഡിയോ ശരിയാണെന്ന് ഉള്ള രീതിയിൽ ലൈക്ക് അടിച്ച് പോകുമോ? ഇല്ല. ഈ വീഡിയോ മോശമാണെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ടാവാം. കാരണം ആ ആളുകളുടെ കുറ്റമല്ല. ഈ ഒരു വീഡിയോ മോശമാണെന്ന് പറയുന്ന ആളുകളുടെ കുറ്റമല്ല. അവർക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതായത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻസിഡൻറ്റ് നമുക്കതൊരു ലേണിംഗ് പ്രോസസ്സായിട്ട് എടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ചിന്തകളെ സ്വാധീനിക്കുന്ന മറ്റേതെങ്കിലും ഒരു വീഡിയോ കാണുക. ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് വെക്കുക. ആ വീഡിയോ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം. റിപ്പീറ്റഡ് ആയിട്ട് കാണുക. ഒരു ട്രേഡിങ്ങിനെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളെ നിയന്ത്രിക്കുന്ന എന്തെങ്കിലും ഒരു വീഡിയോ നമുക്ക് വേണം. ആ വീഡിയോ നമുക്ക് സേവ്ഡ് വീഡിയോ ആയിട്ട് നമ്മുടെ ഒരു പ്ലേലിസ്റ്റിലോ നിങ്ങളുടെ വീഡിയോ സെക്ഷനിലോ വേണം. നമ്മുടെ മനസ്സിൻ്റെ താളം തെറ്റുക ഇൻ ദ സെൻസ് ട്രേഡിങ്ങിലെ നമ്മുടെ മനസ്സിൻ്റെ താളം തെറ്റുമ്പോൾ ആ വീഡിയോ വീണ്ടും വീണ്ടും എടുത്ത് കാണുക. നമ്മുടെ മനസ്സിനെ അത് ശക്തിപ്പെടുത്താനായിട്ട് അത് കാരണമാകും. കാരണം ഈ ചെറിയ കുട്ടികൾക്ക് ഈ സംസാര വൈകല്യങ്ങളുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് സ്പീച്ച് തെറാപ്പി ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് ഇവിടെ കൗൺസിലിംഗ് സെൻ്ററുകളുണ്ട് അല്ലേ. അങ്ങനെ പല പല മനുഷ്യൻ്റെ കണ്ണിനെ ചികിത്സിക്കാൻ, കൈനെ ചികിത്സിക്കാൻ, ഗ്യാസ്ട്രോ, പല അവയവങ്ങളെ, പല ഓർഗൻസിനെ ചികിത്സിക്കാനായിട്ട് പല രീതിയിലുള്ള ഡോക്ടേഴ്സ് അല്ലെങ്കിൽ പല രീതിയിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ അവൈലബിൾ ആകുമ്പോൾ നമ്മുടെ ട്രേഡിങ് എന്ന് പറയുന്ന എത്ര വലിയൊരു മേഖലയിൽ ട്രേഡിങ്ങിൻ്റെ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ശക്തിപ്പെടുത്താനായിട്ട് ഉതകുന്ന ഒരു ചികിത്സാ രീതികളോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ തന്നെ വേണം നമ്മുടെ ട്രേഡിങ്ങിനെ മനസ്സിനെ പാകപ്പെടുത്താനായിട്ട്. അപ്പോൾ ആ രീതിയിൽ എന്താണോ നമുക്ക് ഓക്കെ ആയിട്ടുള്ളത്, ചില ആളുകൾക്ക് മ്യൂസിക് ആയിരിക്കാം, ചില ആളുകൾക്ക് യോഗ ആയിരിക്കാം.
ട്രേഡിങ്ങിന് മുമ്പ് യോഗ ചെയ്യുന്ന എത്രയോ ആളുകൾ എനിക്കറിയാം. അപ്പോൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചും നമ്മുടെ ട്രേഡിങ്ങിൽ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തി നമ്മുടെ റിസ്ക് റിവാർഡിനെ സ്ട്രോങ് ആക്കി, അല്ലാതെ നമ്മുടെ ലോസ് അങ്ങനെ വളർന്നോട്ടെ, അതിനുശേഷം 6 ലക്ഷം രൂപ ബുക്ക് ചെയ്തിട്ട് അതൊരു തമാശ പോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഞാനൊരു 6 ലക്ഷം രൂപ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയും കുറേ ആളുകൾ. ഞാനും 3 ലക്ഷം, ഞാനും 5 ലക്ഷം, ഞാനും 2 ലക്ഷം എന്ന് പറയും. അപ്പോൾ അതിൽ ഒരു ആശ്വാസം കണ്ടെത്തി, ഓ ഞാൻ മാത്രമല്ല ഇവനും കൂടി പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ആശ്വാസം കണ്ടെത്തി വളരെ എന്താ പറയുക, ഒരു നമ്മൾ ഏൺ ചെയ്ത ഈ ഒരു പൈസ ഉണ്ടാക്കാനായിട്ട് ഇവൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ഗൾഫിൽ ജോലി ചെയ്ത് അല്ലെങ്കിൽ നാട്ടിൽ ജോലി ചെയ്ത് ഈ ഒരു പൈസയിൽ നിങ്ങൾക്ക് മാത്രമാണോ പങ്ക്? നിങ്ങളുടെ ഫാമിലി മെമ്പറിനും ഇതിൻ്റെ പങ്കുണ്ടല്ലേ? എത്രയോ നിങ്ങളുടെ ഫാമിലിയും കൂടി എൻജോയ് ചെയ്യേണ്ട പൈസയാണ് കത്തിച്ച് കളഞ്ഞിരിക്കുന്നത്. 6 ലക്ഷം രൂപക്ക് ഫാമിലി ആയിട്ട് വേണമെങ്കിൽ സിംഗപ്പൂരോ അല്ലെങ്കിൽ തായ്ലൻഡോ എവിടെയെങ്കിലും പോയിട്ട് എൻജോയ് ചെയ്തിട്ട് വരാം. ഈ കാശാണ് കത്തിച്ച് കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെ ഒരു കോമഡി ആയിട്ട് എടുക്കാതെ വളരെ സീരിയസ് ആയിട്ട് എടുത്ത് ഇനി മുന്നോട്ട് ഒരിക്കലും വലിയ ലോസ് ഉണ്ടാക്കില്ല എന്നുള്ളൊരു പ്രതിജ്ഞ എടുക്കുക. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ക്വൈറ്റ് നാച്ചുറൽ ആണ്. അത് എപ്പോഴും സംഭവിച്ചുകൊണ്ട് ഇരിക്കട്ടെ, അത് യാതൊരു പ്രശ്നമല്ല. പക്ഷേ ലോസ് ബുക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത് ഒരു ട്രാജഡിയാണ്. അത് ഒരു ട്രേഡിംഗ് കരിയറിൽ 1 or 2 തവണ ഉണ്ടാകുക ഇതിലുപരി, അതായത് നമ്മൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് ആയിട്ടുള്ളൊരു ഡേ നമ്മുടെ ട്രേഡിംഗ് കരിയറിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ നമുക്ക് ഒരു ലോസ് ബുക്ക് ചെയ്യാം. പക്ഷെ അത് റിപ്പീറ്റഡ് ആയിട്ട് വരുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത് എന്നുള്ള ഒരു ചെറിയൊരു ഉപദേശം നിങ്ങളുടെ മനസ്സിനെ ഇനിയെങ്കിലും ഒരു മാറി ചിന്തിക്കാനായിട്ട് ഇടവരുത്തട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയും കൂടി ഉൾപ്പെടുത്തി വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.